മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ എന്നോ മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ. സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ആൻഡ് ഐ സോ ദ ഡെഡ്, സ്മോൾ ആൻഡ് ഗ്രേറ്റ്, സ്റ്റാൻഡിംഗ് ബിഫോർ ഗാഡ്, ആൻഡ് ബുക്സ് വെയർ ഓപ്പൺഡ്. And another book was opened, which is the book of life. And the dead were judged according to their works by the things which were written in the books. മനുഷ്യവർഗത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സമാപ്തി സംഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകം 20 മുതൽ 22 വരെയുള്ളത്. 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അതുകൊണ്ട് സിംഹാസനം സ്ഥാപിതമാകുന്നത് ശൂന്യാകാശത്തിലാണെന്ന് ചിന്തിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം ജനങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഐ സോ ദ ഡെഡ്, സ്മോൾ ആൻഡ് ഗ്രേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നാം വായിച്ചത്. ആരാണ് ഈ വലിയവരും ചെറിയവരും? ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിപ്പ ചെറുപ്പങ്ങൾ പലപ്പോഴും നാം ദർശിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിച്ചവരും ഇല്ലാത്തവരുമായ ആളുകൾ, പണ്ഡിതന്മാരും പാമരന്മാരും, ധനികരും പാവപ്പെട്ടവരും. വലിയവർ എന്നാൽ അവരുടെ ഭൗമിക ജീവിതത്തിൽ അധികാരവും സ്വാധീനവും വഹിച്ചിരുന്നവരാണ്. നേതാക്കൾ, ഭരണാധികാരികൾ, സമ്പന്നർ, സമൂഹം വളരെയധികം ബഹുമാനിച്ചവർ മുതലായവർ. ചെറിയവർ ഒരുപക്ഷെ യാതൊരു അംഗീകാരമോ പ്രസിദ്ധിയോ ഇല്ലാതെ ജീവിച്ച സാധാരണക്കാരായ ആളുകളാകാം. ഇപ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ സിംഹാസനത്തിന് മുമ്പിലാണ്. ഈ ദർശനം മനുഷ്യർ ഏത് പദവിയിലായിരുന്നാലും അവരെ ന്യായം വിധിക്കുമെന്ന് വെളിപ്പെടുത്തുന്നു. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാണ്. യൗവനക്കാരോടൊരു ഉപദേശം സഭാപ്രസംഗി 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നു. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. തുടർന്ന് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ദൈവം അറിയുന്നു. അത് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഇപ്പോൾ ജീവിക്കുന്ന സാങ്കേതിക സംസ്കാരത്തിൽ ഓരോ വ്യക്തിയുടെയും ചിന്തകളുടെയും പ്രവൃത്തികളുടെയും രേഖകൾ സൂക്ഷിക്കുന്നത് പണ്ടത്തേക്കാൾ എത്ര എളുപ്പമാണെന്ന് നമുക്കറിയാം. ഗൂഗിൾ ക്ലൗഡ് സൃഷ്ടിച്ച് അതിൽ അഭൗതിക സൈബർ സ്പേസിൽ വലിയ അളവിൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? മരിച്ചവരെ ന്യായം വിധിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് ഓരോ തലച്ചോറിലെയും കോടിക്കണക്കിന് ന്യൂറോൺ കണക്ഷനുകൾ വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തിയാൽ നമുക്കാണ് പ്രയോജനം. ഇവിടെ സിംഹാസനത്തിനു മുമ്പിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പുസ്തകങ്ങൾ തുറന്നു എന്നെഴുതിയിരിക്കുന്നു. അവിടെ ഒന്നിലധികം പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നതായി പറയുന്നു.
പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി നൽകുന്നു. 15-ാം വാക്യത്തിൽ കാണുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഉദാഹരണം പറഞ്ഞാൽ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള അഡ്മിഷൻ രജിസ്റ്റർ പോലെ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ശത്രുക്കൾ തനിക്കെതിരായി പ്രവർത്തിച്ചപ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ എന്ന്. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് എന്ന് ഫിലിപ്പിയ ലേഖനം 4 കാണുന്നു. മലാക്കി പ്രവചനം 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. നാം കർത്താവിനെ കുറിച്ച് പറഞ്ഞതും കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാകാം ഈ സ്മരണയുടെ പുസ്തകം. 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇസ്രയേൽ ജനങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജീവിക്കണമായിരുന്നു. പുതിയ നിയമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഗലാത്യർ 6:2 പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. നാം വായിച്ച കുറിവാക്യത്തിൽ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി എന്നാണ്. യോഹന്നാൻ ഇവിടെ ദർശിക്കുന്നത് അന്തിമ ന്യായവിധിയുടെ വ്യക്തമായ ചിത്രമാണ്. 13-ാം വാക്യം വായിക്കുന്നു: സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. കർത്താവിന്റെ പുനരുത്ഥാനം മുതൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവരാണ് സഭ. അവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെട്ടു. ഈ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആബാലവൃത്തൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇവർ ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇവിടെ ന്യായവിധി ഉണ്ടായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വലിയവരും ചെറിയവരുമായ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിധിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രമാണം ജീവന്റെ പുസ്തകമത്രേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാം 2-ാം മരണമായ തീപ്പൊയ്കയിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാകുവാൻ തീരുമാനമെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നിത്യാഗ്നി ഒരുക്കിയിരിക്കുന്നത്. അവിടെ നാം ആരും എത്തിപ്പെടരുത്. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത്. ആകയാൽ യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടാം.
ന്യായവിധിയിൽ നിന്ന് ഒഴിവാകാം. ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും, ഇന്നുള്ള കഷ്ടം മറന്നു ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് തിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് തിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഭാവിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദീപമില്ല, ഭാവിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ